ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമ്മളിന്ന് ബ്രേസ്ലെറ്റ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒട്ടനവധി ആൾക്കാർക്ക് ഈ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈയുടെ അളവിന് വരുന്ന ഒരു മീഡിയം സൈസിലുള്ള കുറച്ച് വണ്ണമുള്ളവരുടെ കൈക്ക് അളവ് വരുന്ന ഒരു ബ്രേസ്ലെറ്റ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മളിതുപോലെ ഇലാസ്റ്റിക് കോഡ് നമ്മളിതുപോലെ എടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ടൈപ്പ് ഇലാസ്റ്റിക് കോഡ് നമുക്കാണെങ്കിൽ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നത് ഇതിപ്പം 1 ആ ഒരു തിക്നെസ്സിലാട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞതും ഉണ്ട് കൂടിയതും ഉണ്ട്. കൂടിയതാണെന്ന് തോന്നുന്നു കുറച്ച് 1 ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ലതാണ്. കട്ടിക്ക് അതങ്ങ് ഇരുന്നോളും, പെട്ടെന്നൊന്നും പൊട്ടത്തില്ല അങ്ങനെയൊന്നും. അപ്പം നമ്മൾ ഒത്തിരി കനം കുറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കൈയുടെ അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കൈയുടെ അളവ് നോക്കിയിട്ട് ഞാനിപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ആ ഒരു അളവ് നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ടൈപ്പിലുള്ള ബീഡ്സുകളൊക്കെ ആണെങ്കിൽ മോത്തിയിൽ അവൈലബിൾ ആട്ടോ. അപ്പം നമുക്കിതുപോലെ സ്മൈലീസ് വെച്ചിട്ടുള്ള ബീഡ്സും വുഡൻ ബീഡ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് അത് നോക്കി കണ്ട് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. എങ്ങനത്തെ ബീഡ്സാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കണ്ട് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ സിൽവറിൻ്റെ ബീഡ്സും ഒക്കെ അവൈലബിൾ. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ, അതായത് ഇപ്പോൾ ഈ റീസെൻറ്റ് ടൈംസിലാണെങ്കിൽ ബ്രേസ്ലെറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഇതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ഒരു ഇടയ്ക്കാണെങ്കിൽ 10 ബ്രേസ്ലെറ്റ്സിൻ്റെ ഓർഡർ ത്രൂ ഇൻസ്റ്റഗ്രാം വഴിയെ പോസ്റ്റ് കണ്ട് എനിക്ക് വന്നായിരുന്നു. അത് കൂടുതലും ആൾക്കാർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്ലാസ് ബീഡ്സ്, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അങ്ങനെയുള്ള സ്റ്റോൺ ബീഡ്സ് ആട്ടോ വേണ്ടത്. അപ്പോൾ ഈ സ്റ്റോൺ ബീഡ്സ് എല്ലാം നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഈ അഗേറ്റ് പോലുള്ള സ്റ്റോൺ ബീഡ്സിനൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡിന് ഏകദേശം 100-200 അത്രയും റേറ്റൊക്കെയാണ് വരുന്നത്. കാരണം നല്ല സ്റ്റോൺ ബീഡ്സ് ആണ്. അതങ്ങനെ പെട്ടെന്നൊന്നും അങ്ങനെ കളറൊന്നും പോകത്തില്ല, ഒട്ടും കളർ പോകത്തില്ല. സ്റ്റോൺ ബീഡ് ആയതുകൊണ്ട് കളർ പോകത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണ്. അഗേറ്റ് എന്നാണ് ഈ ഒരു ടൈപ്പ് ബീഡ്സിൻ്റെ പേര്. പിന്നെ ആ ഒരു റോസിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്ന ബീഡ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഷെയ്ഡ്സിലുള്ള ബീഡ്സ് നമുക്ക് കടകളിലും ക്രാഫ്റ്റ് ഷോപ്പുകളിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് ഷോപ്പാണ് ഉള്ളതെന്ന് വെച്ചപ്പോൾ നമുക്ക് സാധാരണ ഷുഗർ ബീഡ്സിന് കുറച്ചുകൂടെ വലുപ്പമുള്ള ബീഡ്സ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രേസ്ലെറ്റ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. കൊച്ചു പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ബ്രേസ്ലെറ്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ പിങ്ക് കളറിലും അങ്ങനെ ഓരോ കളറിലും നമ്മളിങ്ങനെ പാറ്റേൺ വൈസ് ആയിട്ട് നോക്കി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്ന ഒരു ഇതുകൂടിയാണ് ബ്രേസ്ലെറ്റ് മേക്കിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നല്ല എളുപ്പത്തിൽ നമുക്ക് ബ്രേസ്ലെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ ഒരുപാട് ബീഡ്സ് ഉണ്ട്. ഇപ്പം ഈ അക്രിലിക് പെയിൻറ്റഡ് ബീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കളർ പോകുന്നതായിരിക്കും. അങ്ങനത്തെ പെയിൻറ്റഡ് ബീഡ്സ് വാങ്ങിക്കാതെ ക്രിസ്റ്റൽ ബീഡ്സ്, അതുപോലെ തന്നെ ഗ്ലാസ് ബീഡ്സ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ലോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അഗേറ്റിൻ്റെ ബീഡ്സൊക്കെ അത്രയും പൈസ മുടക്കാൻ ഉള്ളവർക്ക് അഗേറ്റിൻ്റെ ബീഡ്സ് വാങ്ങിക്കാം. അപ്പോൾ അതിന് നമ്മൾ റേറ്റ് ഇടുമ്പോഴത്തേക്കും നല്ല ഏകദേശം ഒരു ബ്രേസ്ലെറ്റിൽ അഗേറ്റിൻ്റെ വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 100-150 അത്രയും റേറ്റെങ്കിലും നമ്മളുണ്ട്. സാധാരണ കടകളിലെല്ലാം കൊടുക്കുന്നത് അത്രയും റേറ്റിനാണ്. അതുപോലെ 200 നമുക്ക് സൈസ് അനുസരിച്ചിട്ട് ഇതിനെക്കാട്ടി വലിയ സൈസ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ബീഡ്സിൻ്റെ സൈസ് തന്നെ പല സൈസുണ്ട്. ഇപ്പം ഈ ഒരു സൈസ് എന്ന് പറഞ്ഞേക്കുന്നത് 6 to 8 ആ ഒരു സൈസാണ്. ഇപ്പം 10 മില്ലിമീറ്റർ ആ ഒരു 10 മില്ലിമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല വലുപ്പമാണ്. അപ്പോൾ അഗേറ്റ് സ്റ്റോൺസിൻ്റെ അത് യഥാർത്ഥ സ്റ്റോൺ ബീഡ്സ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഡേഴ്സ് വരുമ്പോഴത്തേക്ക് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ റേറ്റ് ഇട്ട് പോകണം. കാരണം അതിൻ്റെ ബീഡ്സിനൊക്കെ നല്ല റേറ്റാണ്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബീഡ്സും ആണ്. പിന്നെ ചില ബീഡ്സൊക്കെ ആണെങ്കിൽ കളറ് പോകുന്ന ബീഡ്സ് ഉണ്ട്. അപ്പോൾ ഈ അക്രിലിക് പെയിൻറ്റഡ് ബീഡ്സ് ഒക്കെ ആണെങ്കിൽ വില കുറഞ്ഞ അക്രിലിക് പെയിൻറ്റഡ് ബീഡ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ കളറ് പോകും. അപ്പോൾ അത് നോക്കാതെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സോ ഇതുപോലുള്ള അഗേറ്റിൻ്റെ ബീഡ്സോ ഒക്കെ പറ്റുന്നവരൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം ഈ സെമി പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ ബീഡ്സ് ഒരുപാട് പേര് ഇടുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ, ഈ ബ്രേസ്ലെറ്റ്സിൻ്റെ തന്നെ. അപ്പം എനിക്ക് ഈ ഒരു ഇടയ്ക്കാണ് 10 എണ്ണത്തിൻ്റെ ആ ഒരു ഓർഡർ കറക്റ്റായിട്ട് എനിക്ക് വന്നത്. അങ്ങനെ ആദ്യമായിട്ടാട്ടോ എനിക്ക് ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ നമുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുന്നുവോ, അതായത് നമ്മുടെ അക്കൗണ്ട് എവിടെയൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ഇടുക, FBയിൽ ഉണ്ടെങ്കിൽ അവിടെ പോസ്റ്റ് ഇടുക. ഇതെല്ലാം നമ്മൾ പ്രൊഫൈൽ പേജ് പബ്ലിക് ആക്കിയെങ്കിൽ മാത്രമേ പുറത്തു നിന്നുള്ള ഒരാൾക്ക് കണ്ടത് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. യൂട്യൂബിൽ എനിക്ക് അത്രയും നടന്നിട്ടില്ല. എനിക്ക് കൂടുതലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് വഴിയാണ് സെയിൽ നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രൊഫൈൽ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
പിന്നെ ഓർഡേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ്, ഏകദേശം 2 വർഷത്തോളം ആയപ്പോഴാണ് എനിക്ക് ഓർഡേഴ്സ് കിട്ടാൻ തന്നെ തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട്. ചിലപ്പോൾ ചില വീക്കിലൊന്നും ഓർഡേഴ്സ് കിട്ടത്തുമില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ ആ ഒരു ക്ഷമയോടെ നമ്മൾ പേഷ്യൻസ് കീപ്പ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ബ്രേസ്ലെറ്റ്സ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡബിൾ ഷെയ്ഡായിട്ടാണ്, ഇപ്പോൾ പിങ്കിൻ്റെ ആ ഒരു ഷെയ്ഡിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ ബ്ലാക്കും അതുപോലെ തന്നെ റെഡും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് വാങ്ങിച്ചിട്ട് നിങ്ങളുടേതായ ഡിസൈനിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് വയേർഡ് ബ്രേസ്ലെറ്റ്സും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് ഒക്കെ ഇടുമ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ റേറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ കുറയ്ക്കാതെ നല്ല രീതിയിൽ റേറ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്നും ഹെൽപ്ഫുൾ ആവുമെന്നും വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ഡിയേഴ്സ്.